അങ്ങനെ നീണ്ട 2-2.5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. അധികം ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു നാട്ടിലേക്ക് പോകാന്നുള്ളത്. നാടും വീടൊക്കെ വിട്ട് ഒരു അന്യ രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റീസെറ്റ് ആവശ്യമാണ്. എന്നാലാണ് നമുക്ക് മുന്നോട്ട് വീണ്ടും വീണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവുള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ കിട്ടുന്നൊരു ഒരു എന്താ പറയുക, ഒരു സന്തോഷം. അത് ഭയങ്കരമാണ്. സന്തോഷം മാത്രമല്ല, അത് അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ഫീലെന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അത് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ മാറി നിൽക്കുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഫുഡ് ക്രേവിങ്സിനെക്കാട്ടിലും കൂടുതൽ എനിക്കെൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കാണണം, എനിക്കെൻ്റെ വീട്ടിൽ പോകണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ആദ്യം മുതലേ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ എന്തോ അവിടെ ഞാനിങ്ങനെ ഒറ്റയ്ക്കായ ഒരു ഫീലായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഒരു മാസമെങ്കിൽ ഒരു മാസം എനിക്ക് നാട്ടിൽ പോയി എല്ലാവരെയും കാണണം, എല്ലാവരെയും കൂടെ നിൽക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് സഡനായിട്ട് എന്താ പിന്നെ പോയിട്ട് വരാം, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ രണ്ടാളും നല്ല തിരക്കിലായിരുന്നു. രണ്ടുപേർക്കും ജോലിക്കും പോകണം, എന്നാൽ നാട്ടിലേക്ക് പോകുന്നതിൻ്റെയും വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ തിരക്ക് വേറെ ഉണ്ടായിരുന്നു. എന്നെക്കാട്ടിലും കൂടുതൽ കഷ്ടപ്പെട്ടത് ആകുമ്പോഴാണ്. മുന്നത്തെ പോലെ എനിക്ക് സഹായിക്കാൻ പറ്റാത്തത് കൊണ്ട് പുള്ളി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയത്. വെയിറ്റൊക്കെ വളരെ പക്കയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു കോഫി കുടിക്കാനാണ്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഹോട്ടായിട്ട് എന്തെങ്കിലും കഴിക്കണം, ചൂടുള്ള എന്തെങ്കിലും സാധനം കഴിക്കുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും നല്ല ചൂടുള്ള സാധനം കഴിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു എയർപോർട്ടിലേക്ക് വന്നത്. കാരണം ടിക്കറ്റ് എടുത്ത സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 സീറ്റ് അടുത്തടുത്ത സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എയർപോർട്ടിൽ വന്ന് ബോർഡിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞ് സീറ്റ് മേടിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ ഞങ്ങളോട് പറഞ്ഞു കുറച്ചും കൂടി നേരത്തെ വരാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. ശരിക്കും ഞങ്ങൾ സാധാരണ വരുന്നതിലും നേരത്തെയാണ് വന്നത്. അവർ ചോദിച്ചു പിന്നെ കുറച്ചും കൂടി നേരത്തെ വന്നുകൂടായിരുന്നോ, അങ്ങനെ അടുത്ത് സീറ്റ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയപ്പോൾ അമ്പുൻ്റെ അടുത്തുണ്ടായിരുന്നത് ഒരു സിംഗിളായിട്ടുള്ള പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു, വൈഫ് പ്രഗ്നൻ്റ് ആണ്, വേറെ സീറ്റാണ് കിട്ടിയത്, ഇഫ് യു ഡോണ്ട് മൈൻഡ് അവിടെ മാറിയിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ആളുടെ സീറ്റ് എനിക്ക് തന്നിട്ട് എൻ്റെ സീറ്റ് ആളെടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് വരാനും പറ്റി. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ശരിക്കും ആദ്യം എനിക്കെപ്പോഴും വിൻഡോ സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതിപ്പോൾ ഇനി കാറായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും എനിക്ക് വിൻഡോ സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിൻഡോ സീറ്റ് തന്നെ ഇരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകണം. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയായിരുന്നു പിന്നീട്. കാരണം സൈഡിലിരിക്കുന്ന എല്ലാവരും മാറിത്തരണ്ടേ. അപ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോൾ വേണ്ടിയിരുന്നില്ല, സൈഡ് സീറ്റിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷേ സൈഡിലുണ്ടായിരുന്ന ഒരു പാവം, ഒരു ഭയങ്കര കൈൻഡായിട്ടുള്ള ഒരു ലേഡി ആയിരുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. UK ഒരു സിസ്റ്റം അനുസരിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു ലോങ് ജേണിയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളത് ഉറപ്പായിട്ടും നമ്മളത് മിഡ് വൈഫിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളത് അവരെ അറിയിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിനകത്ത് എങ്ങനെയൊക്കെ ആയിരിക്കണം ഇത്രയും ഒരു ലോങ് അവേഴ്സ് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞത്. അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. വെള്ളം നന്നായിട്ട് കുടിക്കുക, വാഷ്റൂം യൂസ് ചെയ്യുക, പിന്നെ ഓരോ 1 അവറിലും എഴുന്നേറ്റ് നടക്കുക എന്നുള്ളതും മെയിനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. പിന്നെ ഈ കംപ്രഷൻ സോക്സ് ഉപയോഗിക്കുക എന്നുള്ളതും. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായത് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇത്രയും വലിയൊരു ലോങ് ജേർണി എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അത് എനിക്ക് മാത്രം തോന്നുന്നതാണോ അതിനി മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇനി എന്തായാലും തിരിച്ചു പോകുമ്പോൾ വിൻഡോ സീറ്റ് എടുക്കാണ്ട് സൈഡ് സീറ്റ് തന്നെ എടുക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കൂടുതൽ കംഫർട്ടബിൾ. നമ്മളിപ്പം നടന്നില്ലെങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേച്ചപ്പം 1 അവർ തന്നെ എനിക്കങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സൈഡ് സീറ്റ് ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുകയൊക്കെ ചെയ്യാമല്ലോ. നടന്നില്ലെങ്കിലും എഴുന്നേറ്റ് നിൽക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട്
സൈഡ് സീറ്റ് തന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാം എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും വിൻഡോ സീറ്റ് വേണം എന്നുള്ളൊരു, അല്ലെങ്കിൽ വിൻഡോ സീറ്റിൽ ഇരിക്കാനൊരു ഇഷ്ടം കാണിക്കുന്നതെന്നുള്ളത്. ഈ പുറത്തിങ്ങനെ മേഘങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അത് നമ്മൾ ഓരോ സമയത്തും ഓരോ രീതിയിലാണ് ആ മേഘങ്ങളിങ്ങനെ കാണുക. അതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു സാധനമാണ്. എനിക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മേഘമൊക്കെ കണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നെങ്കിലും സമയം അങ്ങോട്ട് പോകുന്നേ ഉണ്ടായില്ല. അയ്യോ, എന്താ പറയുക, കുറച്ച് സമയം സിനിമ കാണാൻ നോക്കി, അതിലും ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഗെയിം കണ്ടുപിടിച്ചു അതിനകത്ത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ആ ഗെയിമൊക്കെ കളിച്ചിരുന്നു. പിന്നീട് ഉറങ്ങാൻ ട്രൈ ചെയ്തെങ്കിലും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം മോർണിംഗ് ഫ്ലൈറ്റ് ആണല്ലോ, അപ്പം പകലായത് കാരണം ആൾക്കാരൊക്കെ നല്ല ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ഞങ്ങളുടെ സീറ്റിൻ്റെ ബാക്കിലുണ്ടായിരുന്നത് 2 കുട്ടികളായിരുന്നു. അവർ ഫുൾ ടൈം വർത്താനമായിരുന്നു. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കൂടി അവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഫുൾ ടൈം അവരിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു, കളിയും ചിരിയൊക്കെ ആയിട്ട്. അത് കാരണം ആ സൗണ്ട് കാരണം ഞങ്ങൾക്ക് ഉറങ്ങാനേ പറ്റില്ല. പോരാത്തതിന് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് വിശപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തോ ഭയങ്കരമായിട്ട് ഡിലേ ആയ പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. എൻ്റെ വിശപ്പിൻ്റെ കൂടുതൽ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവസാനം കാത്തിരുന്ന് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഫില്ലിംഗ് അല്ലായിരുന്നു. കുറച്ചും കൂടി ക്വാണ്ടിറ്റി എനിക്ക് വേണമായിരുന്നു എന്ന് തോന്നി. അത് വിശപ്പ് കൂടുതലുണ്ടായിരുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. എനിക്കെപ്പോഴും ഫ്ലൈറ്റിലെ ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ നോർമൽ അല്ലാണ്ട് മേടിക്കുന്നതിനെക്കാട്ടിലും ഫ്ലൈറ്റിൽ കിട്ടുന്ന ആപ്പിൾ ജ്യൂസിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ടീ കോഫിയൊക്കെ കൊണ്ടുവന്നു. അതിൽ ഞാനൊരു ടീ വാങ്ങി കുടിച്ചു. അപ്പോഴാണ് കുറച്ചും കൂടി എന്തോ ഒരു എനർജി ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് കുറേ നേരം ഗെയിമൊക്കെ കളിച്ചിങ്ങനെ ഇരുന്നു. സമയം എന്തായാലും പോകണമല്ലോ, ഉറക്കവും വരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബോറായിരിക്കും. പിന്നെ ഇരിക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇറങ്ങി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നെക്കാട്ടിലും ടയേർഡ് ആകുമ്പോഴായിരുന്നു കേട്ടോ. പുള്ളിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പുറകിലുണ്ടായിരുന്ന കുട്ടികളുടെ ബഹളം കാരണം ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു. പുള്ളി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു ഫ്ലൈറ്റിലെ അവസാനത്തെ മീൽ കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, തീരെ കൊള്ളത്തില്ലായിരുന്നു. ആ ബ്രെഡൊന്നും നന്നായിട്ട് വെന്തിട്ടുണ്ടായില്ല. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കഴിച്ചിട്ട് അവിടെ വെച്ചു. പിന്നെ ഇങ്ങനെ എപ്പോഴാണ് അബുദാബിയിലെത്താന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആ ഒരു സമയമായപ്പോഴത്തേക്കും, ആ ഒരു സൺസെറ്റിൻ്റെ സമയമായപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ആ ഒരു വ്യൂ, ഓ ഗോഡ്, അടിപൊളിയായിരുന്നു. എന്ത് രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് സൺസെറ്റും അതെ സൺറൈസും അതെ. പക്ഷേ സൺറൈസ് അധികം കാണാൻ കിട്ടാറില്ല. രാവിലെ എഴുന്നേറ്റ് പോകണമല്ലോ അത് കാണണമെങ്കിൽ. പക്ഷേ സൺസെറ്റ് അടിപൊളിയായിരുന്നു. ഞാൻ എന്നിട്ടിങ്ങനെ അമ്പുനെ വിളിച്ച് കാണിക്കുമായിരുന്നു, എന്ത് ഭംഗിയാണെന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ ഈവനിങ് നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ പോയി നോക്കുമായിരുന്നു. ആ സമയത്ത് അമ്മ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ അമ്മ ഇതുപോലെ നോക്കിയിരിക്കും സൺസെറ്റ് ആവുന്നത്. എന്നുവെച്ചാൽ അമ്മയും പോയി നോക്കും, ഞാനും പോയി നോക്കും. അമ്മ വിളിച്ച് കാണിക്കുമായിരുന്നു അത്. അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം അത് വിളിച്ച് കാണിക്കുന്നത്. അങ്ങനെ 8-9 മണിക്കൂറിന് ശേഷം നമ്മൾ അബുദാബിയിലേക്ക് ലാൻഡ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ UK വരുന്നതിന് മുന്നേ നമ്മൾ DXBയിലായിരുന്നു, അതായത് ദുബായിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ UK ആണോ, പല ആൾക്കാരും നമ്മൾ ദുബായിലായിരുന്നു ഇതിന് മുന്നെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിക്കും ദുബായ് ആണോ UK ആണോ അടിപൊളി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോഴും ഈ നിമിഷം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദുബായ് ആണ് അടിപൊളിയെന്നേ പറയത്തുള്ളൂ. എന്താണെന്നറിയില്ല, അതൊരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ദുബായ് തന്നെയാണ്. നല്ല കുറേ മെമ്മറീസ് ഉള്ള സ്ഥലമാണ് ദുബായ്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ടുള്ള മൊമെൻറ്റ്സ് എല്ലാം ഭയങ്കര സ്പെഷ്യലാണ്. അതുകൊണ്ട് എപ്പോഴും ദുബായ് ഭയങ്കര ഒരു അടിപൊളിയാണ്. തിരിച്ചിനി എപ്പോഴെങ്കിലും ദുബായിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കും ദുബായിലേക്ക് തിരിച്ചു പോകാനൊരു ചാൻസ് കിട്ടിയാൽ പോകുമെന്നൊക്കെ. ഉറപ്പായിട്ടും ഞാൻ പോവും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു 1.5 മണിക്കൂർ ലേ ഓവറിന് ശേഷം നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറി ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് നാട്ടിലെത്തും. ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തും. അവിടെ അണ്ണനും ചേട്ടത്തേക്ക് വിളിക്കാൻ വരുമായിരിക്കും, കുഞ്ഞുണ്ടാവും.
അപ്പോൾ എക്സൈറ്റഡ് ആണ് ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവർക്കും എന്നെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുവാണ് എല്ലാവരും. അടുത്ത ഗേറ്റിലേക്ക് നടന്ന് ക്ഷീണിച്ചു ഗൈസ്, കുറേ നേരമായിട്ട് നടക്കുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ. എന്നിട്ട് ഞാൻ ഈ നോക്കിയിരിക്കുന്ന ഫുഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര വിശപ്പാണ്, ഇടയ്ക്കിടയ്ക്ക് വിശന്നുകൊണ്ടിരിക്കും. ഈ ഫ്ലൈറ്റിൽ കിട്ടിയ എല്ലാ ഫുഡും ആ ബ്രെഡ് ഉൾപ്പെടെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഇറങ്ങി. ഉയ്യോ, എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു സമാധാനമാണ്. സന്തോഷത്തിനെക്കാട്ടിലും എന്തോ ഒരു മനസ്സിൽ എന്തോ ഒരു ഭാരമൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോയ പോലത്തെ ഒരു ഫീലായിരുന്നു. എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര ഒരു മനസ്സമാധാനം കിട്ടിയ പോലെ. ഇനി ഒരു മാസം 1.5 മാസം നാട്ടിൽ അടിച്ച് പൊളിക്കണം. ഇത്തവണ അധികം യാത്രകളൊന്നുമില്ല കേട്ടോ, വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. ഇറങ്ങിയ പാടെ ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചായയും പരിപ്പ് വടയും കഴിച്ചു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനി കുറച്ച് ഒരു 3-4 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുക്കുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.